ഇത് നമ്മളുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം, അതും ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് ഓവർ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ കാലത്ത് തുടങ്ങി ഒരു 12 മണി വരെ നല്ല വെയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഒരു കുഴപ്പമില്ല, നല്ല വളർച്ചയും കാര്യങ്ങളും. വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ വിളവെടുത്തതാണ്, സെക്കൻഡ് റൗണ്ട് എടുക്കാൻ. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-15 വെണ്ട നടണം, അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടും. ഇതിപ്പോൾ ഒരു 4 എണ്ണം 5 എണ്ണം ഒക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്യാവശ്യം. ഒരു സവാളയൊക്കെ ചേർത്ത് ഞങ്ങൾ കറിയാം, അല്ലെങ്കിൽ സാമ്പാർ വയ്ക്കാൻ അതിലിടാം. അതെ, നമുക്കിവിടെ വഴുതനയും ഉണ്ട്. ഉണ്ടോ? വഴുതന അടിപൊളിയല്ലേ? വഴുതനയെ പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ചെടിയിൽ വെള്ളം വീഴരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ നമ്മുടെ പച്ചക്കറികൾ അത്ര നന്നാവില്ല. ഇതിപ്പോൾ വെള്ളം അധികം വീഴില്ല, എന്നാൽ നല്ല വെയിൽ കിട്ടും, ഉച്ച വരെ വെയിൽ കിട്ടും ഇവിടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നനച്ചു കൊടുക്കാം, ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കും. ഞങ്ങൾ ആദ്യം ഇത് പിടിച്ചു വരുന്നവരെ മാത്രം ഇവിടെ വെക്കാം, പിന്നെ മാറ്റി നല്ല വെയിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നമുക്കൊരു നല്ലതായിട്ട് തോന്നി. ചെടിക്കും നല്ല ആരോഗ്യവും കാര്യങ്ങളും ഉണ്ട് അല്ലേ? അതെ അതെ. ഇത് മഴക്കാലത്ത് ഓവറായിട്ട് വെള്ളം വീഴുമെന്ന് പറഞ്ഞാൽ പച്ചമുളക്, ഇങ്ങനെയുള്ള വെണ്ട, ഇങ്ങനത്തെ ചെടികളൊക്കെ ചീഞ്ഞു പോകാനും കാര്യങ്ങളൊക്കെ ഇടവരും. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുള്ളൂ. കാരണം കുറച്ച് വെള്ളം കപ്പിലെടുത്തു വന്നിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഓവറായിട്ട് വെള്ളം വീണാൽ വർഷക്കാലം ചെടികൾക്ക് ഓവർ വെള്ളം വേണ്ട. അപ്പോൾ പ്രകൃതി മൊത്തം നനഞ്ഞ് നിൽക്കാമല്ലോ. അപ്പോൾ pH ഒക്കെ വെള്ളം ഒത്തിരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ pH ഒക്കെ വ്യത്യാസം വരും, ചെടിയുടെ വളർച്ചയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും. നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടിയും കാര്യങ്ങളും ഭൂമി പവറൊക്കെ ഇട്ട് നട്ടു കൊടുത്തു. ഭൂമി പവർ ഇട്ടതിൻ്റെ പവറാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റും ചെടികൾക്കില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കേടുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ നനയ്ക്കണ കൂട്ടത്തിൽ അതിൽ കൂടെ മിക്സ് ചെയ്ത് കുറേശ്ശെ കൊടുക്കും. നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിൽ, പൂക്കളൊക്കെ ഉള്ള സ്റ്റേജിൽ ബ്ലൂമും നൈട്രോക്കിങ് സ്പ്രെഡുള്ള ആ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പം പിണ്ണാക്ക്, ശർക്കരയും കൂടി പുളിപ്പിച്ച്, ശർക്കര അല്ലെങ്കിൽ പഴം അതിട്ട് പുളിപ്പിച്ചത് ഒരു 4 കപ്പ് എടുത്തിട്ട് ഒരു 6 കപ്പോ 8 കപ്പോ വെള്ളം ചേർത്തിട്ട് ചെടി നനയ്ക്കണ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. അതിപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഒഴിച്ചു കൊടുത്താണ് അതിൻ്റെ കടക്കയിൽ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കും.